ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം ഓണാശംസകൾ. ഇപ്പോൾ ഓണമൊക്കെയാണ്, ഒരു പാട്ട് വൈറലായി അല്ലേ? പക്ഷേ നമ്മൾ മലയാളികളല്ല അതിന് പിന്നിൽ. നമ്മുടെ തമിഴിലെ ഐ പോപ്പ് സ്റ്റാർ തമിഴ് എന്ന റിയാലിറ്റി ഷോയിൽ വിജയ് നരൈൻ, പ്രിയ ജേഴ്സൺ എന്നിവർ ചേർന്ന് ആലപിച്ച റിയാലിറ്റി ഷോയിൽ ഈ ഗാനം ഏറെ വൈറലായി. കേട്ട് കാണാം നിങ്ങൾ. ചേട്ടൻ കേരളം വന്നു, പഴംപൊരി വിറുമ്പിത്തന്നു, മലയാള പാട്ട് പാടാൻ ചൊന്ന മലയാളത്തെ കൊന്നു. കേട്ട് നോക്കാം. ഈ മലയാളത്തിലെ വരികളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഇവിടെ കേൾക്കുന്നുണ്ട് നിങ്ങൾ. அனைவருக்கும் சிறந்த பரிசு சாரேகாமா கார்வான். ഇതൊക്കെ പക്കയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ മലയാളത്തിന്റെ അല്ലെങ്കിൽ ഓണത്തിന്റെ ഒരു ഗൃഹാതിരത്വമൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഈരടികൾ, ഗംഭീരമായ ഒരു ഈരടിയാണ്. പഴംപൊരി വിരുമ്പി തിന്നു, മലയാള പാട്ട് പഴംപൊരി വിരുമ്പി തിന്നു, പാട് ചൊന്ന മലയാളത്തെ കൊന്നു, മലയാളത്തെ കൊന്നു. தமிழுக்கு வாமா, சந்தத்துல சேர்ந்துக்கோமா, பரோட்டா சாலுன வாங்கி தாரே, கொண்டாடிடுவோமா. അടിപൊളി അടിപൊളി. അതൊക്കെ തമിഴ് ഏരിയയൊക്കെ വളരെ ഗംഭീരമാണ്. പക്ഷേ ചേട്ടൻ കേരളം അവരുദ്ദേശിച്ച് എനിക്ക് തോന്നുന്നു ചേട്ടൻ കേരളത്തിൽ വന്നു പഴംപൊരി തിന്നു നോക്കൂ എന്നൊക്കെ ആയിരിക്കും. പഴംപൊരി വിറുമ്പി തിന്നു. മലയാളക്കര മനസ്സാകെ വിളിക്കുന്നു, കേരള നാട്ടിൻ രുചിയോ മയക്കുന്നു. രുചിയല്ല, രുചി. സിനിമ സ്നേഹത്തിൽ ഉരയൊന്നായി വാഴുന്നു, സിനിമ സ്നേഹത്തിൽ ഉരയുന്നോ? ഇങ്ങയല്ല, ഇവിടെ ലാലേട്ടനും മമ്മൂക്കായും വാഴുന്നു. കരിമീനും ചോറും കറിയും കളറിയും കഥകളിയും വേറെ എന്റെ നാട്ടിൽ ഉണ്ട് കുറയ്യ. ആരോമലെ പാട്ട് പാടി ആലപ്പുഴയിൽ ജെസ്സിയെ തേടി. ഇതെല്ലാം മനസ്സിലായോ? ആരോമലെ പാട്ട് നമ്മുടെ ഈ വിണ്ണൈത്താണ്ടി വിടുവായ സിനിമയിൽ ആരോമലെ പാട്ടൊക്കെ പാടി ജെസ്സി എന്ന കഥാപാത്രം ആലപ്പുഴ ബേസ്ഡാണ്. അപ്പോൾ അവരെ തേടി വരുന്നൊരു കഥയാണ്. ഒരു പക്കം കൊഞ്ചം വന്ന് പറയാ, ചേട്ടൻ കേരളം വന്നു, പഴംപൊരി വിരുമ്പി തിന്നു, മലയാള പാട്ട് പാടാൻ ചൊന്ന മലയാളത്തെ കൊന്നു. ഉദാത്തമായ എന്തോ വരികൾ മലയാളത്തിൽ എഴുതി എന്നുള്ള ധാരണയിലാണ് അത്ര ഈ പാട്ട് വന്നത്. ഇനിവേ தங்கச்சி தமிழுக்கு வாமா, சந்தத்துல சேர்ந்துக்கோமா, பரோட்டா சாலுன வாங்கி தாரேன், கொண்டாடிடுவோமா. அடிப்பொழி പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല, ഈ പാട്ടിന്റെ മൂഡ് വേറെ ലെവലാണ് അല്ലേ? നമുക്ക് വളരെ ഒരു എന്താ പറയുക, ഒരു ബീറ്റും അതിന്റെ താളവും ഒക്കെ തന്നെ വളരെ ഗംഭീരമായിട്ട്. பீச் இருக்கு, பச்சைமலை இருக்கு, ரஹ்மான் வீடு இருக்கு, அங்க இருக்கா, இங்க போட்டு இங்கேயும் உண்டு, இங்க ஹவுஸ் உண்டு, இവിടെയും ഉണ്ട്, இங்க போட்டு மேல ஹவுஸ் உண்டு, அங்க இருக்கா. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിനെ പറ്റിയാ പറയുക. நீ 5 மொழிகளை மலையாளத்துல பாட, அந்த 7 ஸ்வரமும் நுனி நாக்குல விளையாட, என் கேரள நாடு സന്തോഷമായാട്. അതായത് ഈ നമ്മുടെ പാട്ട് പാടുന്ന വിജയ് നരൈൻ തമിഴിനെ പ്രതിനിധീകരിച്ചും ഈ പെൺകുട്ടി നമ്മുടെ ഈ പ്രിയ ജേഴ്സൺ മലയാളത്തെ അല്ലെങ്കിൽ കേരളത്തെ പ്രതിനിധീകരിച്ചും പാടുന്നു എന്നുള്ളതാണ്. കോസ്റ്റ്യൂമൊക്കെ കോമഡി ആയിട്ടുണ്ട്. என் பாட்டில் வந்தோ, ചേട്ടാ കേരളം വന്നു, പഴംപൊരി വിരുമ്പി തിന്നു, മലയാള പാട്ട് പാടാൻ ചൊന്ന മലയാളത്തെ കൊന്നു. தங்கச்சி தமிழுக்கு வாமா, சந்தத்துல சேர்ந்துக்கோமா, பரோட்டா சாலுன வாங்கி தாரேன், கொண்டாடிடுவோமா. அடிப்பொழி தகதே தே தகதே தே தகதே தே தோ, தே தகதே தே தகதே தே தகதே தே தோ, தே தே தகதே தே தகதே தே தோ, ഇത്തൈ തകതേ ஏலேலோ തകതേ ஏலேலോ. തകതേ. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കമ്പോസിങ് ലെവൽ വേറെ ലെവൽ അല്ലേ? നമ്മൾ ഒരേ പിന്നെ മനസ്സോടെ സമ്മതിക്കുന്ന വേറെ ലെവൽ കമ്പോസിങ്. മലയാളം വരികൾ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടൊന്ന് എഴുതിച്ചിരുന്നെങ്കിൽ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം പാട്ട് ഗംഭീരമാണ്, ഒരുപാട് വൈറലാകുന്നുണ്ട്. കേരളം തമിഴ്നാട് സൗഹൃദം ഒക്കെ പങ്കുവയ്ക്കുന്ന വീഡിയോ ആണെന്ന രൂപത്തിലേക്ക് വരുന്നുണ്ട്. എല്ലാം നല്ലത്. പക്ഷേ ഇനിയെങ്കിലും അഭ്യർത്ഥനയാണ്, ദയവ് ചെയ്ത് മലയാളം ലിറിക്സ് അറിയാവുന്ന ആരെങ്കിലും എഴുതിക്കണേ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.